ഇങ്ങനെ ഇവർക്കൊരു ചിരിക്ക്, ഇവർക്കൊരു കട്ടൻ കാപ്പി കുടിക്കുമ്പോഴേക്കും ഒരു സന്തോഷമുള്ള അങ്ങനെയൊക്കെ എനിക്ക് തോന്നും. അസീസിക്കട മാത്രമാണെന്ന് തോന്നുന്നു ഒരു ഓൺലൈൻ റീഡിങ്ങിൽ തന്നെ പായൽ കൺഫേം ആയത്. ഞങ്ങളുടെ ഇപ്പം എൻ്റെ ആക്ടറൊക്കെ 2 തവണ ഓഡിഷൻ ചെയ്യുന്ന ദിവ്യായിരുന്നു 5-6 തവണ ഓഡിഷൻ ചെയ്തിട്ടുണ്ട്. കുറേ സമയം എടുത്തിട്ടാണ് പായൽ അതൊക്കെ തീരുമാനിച്ചിട്ടുള്ളത്. അതെനിക്ക് ഗിരീഷിനെ എനിക്ക് പരിചയമുണ്ട്. അപ്പൊ ഗിരീഷും ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അന്ന് അത് ഇട്ടിരിക്കുന്ന ഉടുപ്പനെ റോഷന്റെ ഷർട്ട് അതുപോലെ റോഷനും ദർശനം ഞങ്ങൾ എല്ലാവരും ഇരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറയാം കുളിച്ചിട്ട് പോവാം എന്റെ ഫ്രണ്ടിനെ അവരുടെ സെറ്റിൽ ചുമ്മാ കാണാൻ പോയാ ഞാൻ. അപ്പൊ റോഷൻ ഉടുപ്പിട്ട് ഞാൻ അവിടെ ചെന്നപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു എന്തെങ്കിലും തരുമോ എന്ന് പറഞ്ഞു. ഒന്നും എനിക്ക് ഹിന്ദി അറിയത്തില്ല അത്രയ്ക്ക്. ഇപ്പം 2 വർഷമായിട്ട് പണ്ടത്തനികൾ ഇത്തിരി കൂടെ അറിയാം, അത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സും സൗത്ത് നിന്ന് അവിടെ ഉള്ള ഹിന്ദി അല്ലാണ്ട് ഒരു ഹിന്ദി സ്പീക്കിംഗ് ആളായിട്ടൊന്നും എനിക്ക് അഭിനയിക്കാൻ ഇപ്പോഴും പറ്റും. അല്ലെങ്കിൽ ഇതുപോലെ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്താൽ ചിലപ്പോൾ പറ്റുമായിരിക്കും, എന്നാലും പാടായിരിക്കും അത്. Hi, hello, and welcome to Cinema Express. Today we have Kani Kusurdi with us. Hi. Hi. So, all we imagine as right, girls will be girls. So, what is cinema Cannes, what is cinema Sundance? This is like a terrific achievement for any actor. It's like a dream. So, but Kani, കുറച്ച് detached ആണെന്ന് തോന്നുന്നു. How do you എന്താ പറയണ? How do you intake all this? അല്ല, ഞാൻ ഡിറ്റാച്ച്ഡ് അല്ല. എനിക്കൊന്നു എൻ്റെ നമുക്ക് നമ്മുടേതായിട്ടൊരു സ്വഭാവം ഉണ്ടാവാം. പിന്നെ നമ്മുടെ പ്രൊഫഷണൽ സ്ഥലത്ത് ഇത്രയും മനുഷ്യരോട് കൂടെ ഒരുമിച്ച് ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവുമല്ലോ. അതിന്റെ ഭാഗമായിട്ട് ശരിക്കും ഫെസ്റ്റിവലോ അല്ലെങ്കിൽ ഇപ്പൊ സിനിമ കൊമേഴ്സ്യൽ സിനിമ ആണെങ്കിൽ അതിന്റെ റിലീസ്, എന്റെ PR എന്നൊക്കെ പോകേണ്ട ഒരു ഉത്തരവാദിത്വവും അതിൻ്റെ കൂടെ ചേർന്ന് തന്നെയാണ്. പക്ഷെ എനിക്കൊരു വ്യക്തിപരമായിട്ട് ഞാനൊരു അഭിനയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമ എപ്പോഴും കാണണം. പിന്നെ ആ ടീമുമായിട്ടൊക്കെ ഒന്ന് ഒരു ദിവസം ഇരിക്കാം എന്നൊക്കെ അല്ലാണ്ട് എനിക്കല്ലാതെ ഒരു സ്ഥലത്ത് അതുമായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സ്വഭാവം എനിക്ക് നോർമലി ഇല്ല. ഉള്ളിൽ ആ ഒരു പോയിട്ടില്ല. ചില എൻ്റെ ഫ്രണ്ട്സ് ആക്ടേഴ്സ് പറയും അവർക്ക് എല്ലാവരുടെ അങ്ങനെ ഒരു സന്തോഷമൊക്കെ ഉണ്ട് അതില്. എനിക്കൊന്നും അതെനിക്ക് ഇല്ലാന്ന് തോന്നുന്നു ആ രീതിയിൽ. അതുകൊണ്ടാണ് ചിലപ്പോൾ പോവാൻ അങ്ങനത്തെ ഒരു ഇതില്ല തോന്നാത്തത്. പക്ഷെ ഡിറ്റാച്ച്ഡ് ഒന്നും ആണെന്ന് പറയില്ല. ഇപ്പൊ എനിക്ക് ശുചിയുടെ ആണെങ്കിൽ സിനിമ അങ്ങനെ സൺഡാൻസ് പോലൊരു സ്ഥലത്തും അതിനെ അതിന്റെ രീതിയിൽ ഉള്ള ഓഡിയൻസ് കാണുകയും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും എൻ്റെ കൂടെ അഭിനയിച്ച കുട്ടി നല്ല രസമായിട്ട് ശരിക്കും പറഞ്ഞാൽ ആ ആക്ടർ ആ കുട്ടീനെ കാസ്റ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് സിനിമയുടെ കഥ കുറച്ചും കൂടെ മനസ്സിലാവാൻ തുടങ്ങിയത് തന്നെ. അത്ര രസമായിട്ട് പ്രീതി അത് അഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്നുവെച്ചാൽ റിഹേഴ്സലിലൊക്കെ. പിന്നെ സിനിമ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് അപ്പൊ എനിക്ക് ആ രീതിയിൽ പ്രീതിക്ക് പോകാനും പ്രീതിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടുക അതൊക്കെ വളരെ ക്രെഡിബിൾ ആൻഡ് നല്ലൊരു കാര്യമാണ്. ഇപ്പൊ കാനിലാണെങ്കിലും അനസൂയക്ക് വേറെ കാറ്റഗറിയിലാണെങ്കിലും അവർക്ക് ആ ബെസ്റ്റ് ആക്ടർ കിട്ടുന്ന അവര് ആദ്യമായിട്ടാണ് ഒരു ലീഡ് റോൾ ചെയ്യണം. അതിന് മുമ്പ് ശരിക്കും പ്രൊഡക്ഷൻ ഡിസൈനറും കുറച്ച് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ ഒരുപാട് സന്തോഷവും റെസ്പെക്ട് ചെയ്യപ്പെടുന്ന ഞാൻ ഡിറ്റാച്ച്ഡ് ആണെന്നല്ല. ചിലപ്പോ എനിക്ക് അങ്ങനെ ഒരു ആ ഫെയിം എന്നുള്ള രീതിയിൽ ഇല്ല. പക്ഷെ ഇപ്പൊ പറഞ്ഞ പോലെ കാനിൽ പോവാൻ ഇവിടെ ഷൂട്ടായോണ്ട് പോകുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ മനു അശോകന്റെ അവര് സമയം തന്നോണ്ടാണ് അവരുടെ ഒരു കൈൻഡ്നെസ് കാരണമാണ് പോകാൻ പറ്റിയത്. അപ്പൊ പോയപ്പോ പക്ഷെ ഈ സിനിമയുടെ ആയതുകൊണ്ടായിരിക്കും ഒരുപാട് സന്തോഷമായിരുന്നു. ഞങ്ങളുടെ ടീമിൽ കുറെ പേർക്ക് വരാൻ പറ്റി. പിന്നെ ഇതിന്റെ ഷൂട്ടും ഒക്കെ നല്ല ഓർമ്മയാണ്. ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ആ ഷൂട്ടിന്റെ സമയം ഓർക്കുന്നത്. അപ്പൊ അതൊക്കെ കൊണ്ട് എല്ലാവരുമായിട്ട് ഒരുമിച്ചിരുന്ന് കാണുന്നതാണെങ്കിലും ശരി, അതൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യമായിരുന്നു. അതുപോലെ ഒരു പക്ഷെ സൺഡാൻസിന് പോയാലും ഉണ്ടായേനെ, കാരണം അവരുമായിട്ടൊക്കെ കാണാം. പക്ഷെ അതെനിക്ക് ആ സമയത്ത് ഞാൻ പോയില്ല. അല്ല, എനിക്ക് ആ ഫെയിം എന്ന് അതുകൊണ്ടാണോ എല്ലാവരും പോകുന്നത് എനിക്കറിയില്ല. വേറൊരു സന്തോഷമുണ്ടല്ലോ നമ്മൾ ഒരുമിച്ച് ചെയ്തൊരു കാര്യം, പിന്നെ അത് ഒരുമിച്ച് കാണുന്നതിന്റെ ഒക്കെ സന്തോഷം കൊണ്ടായിരിക്കും കുറെ പേര് പോകുന്നതും. അങ്ങനെ അത് എനിക്ക് ഫെയിം എനിക്കൊന്നും എനിക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇപ്പൊ അവിടെ പായലും ഒക്കെ ആണെങ്കിലും പായലിനൊക്കെ അയ്യോ എല്ലാരും അങ്ങനത്തെ ഒരാളാണ്. ഇപ്പൊ പായൽ അതിനകത്ത് കനീനെ ആദ്യം അപ്രോച്ച് ചെയ്തത് ദിവ്യ ചെയ്ത ക്യാരക്ടറിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ പക്ഷെ യു ഇവൻച്വലി പ്ലേഡ് പ്രഭ എന്ന് പറയുന്ന ക്യാരക്ടർ. ബട്ട് പ്രഭ ഇസ് നത്തിങ് ലൈക്ക് കനി എന്ന് കനി പലവട്ടം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത അവരുടെ രീതി, അവരുടെ ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത് ഇസ് ഇറ്റ് മോർ ചലഞ്ചിങ്? ലൈക്ക് ദാറ്റ് പേഴ്സൺ ഇസ് നത്തിങ് ലൈക്ക് മീ, ഞാനുമായിട്ട് ഒരു രീതിയിലൊരു സിമിലാരിറ്റി ഇല്ല എന്ന് വരുമ്പോ. അല്ല, അത് അഭിനയം എന്ന് പറയുന്നത് തന്നെ അതാണല്ലോ. അപ്പം ചലഞ്ചിങ് എന്ന് പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷെ ചില സിറ്റുവേഷനിൽ ഇവരെന്ത് ഇങ്ങനെ റിയാക്ട് ചെയ്ത് നമുക്കൊരു ഇറിറ്റേഷൻ, എനിക്കൊരു ഇതെന്ത് ഇവർ ഈ പെണ്ണുമ്പുള്ള എന്തെങ്ങനെ അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ അഭിനയം എന്ന് പറയുന്നത് അതാണ്. നമ്മൾ റിയാക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കില്ലല്ലോ ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് റിയാക്ട് ചെയ്യുന്നതും ഒക്കെ. അതുപോലെ ഓരോ സിറ്റുവേഷനിലും ചിലപ്പോൾ നമ്മള് ഇപ്പൊ വയസ്സായ ഒരാൾ ചിലപ്പോൾ നമ്മള് ചിലത് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ.
ദേഷ്യം വന്നാലും ചിലപ്പോൾ കുറെ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നതാണെങ്കിൽ നമ്മളിപ്പോൾ ദേഷ്യം കാണിക്കില്ല. അങ്ങനെ നമ്മൾ കൺസിഡറേറ്റ് ആയിട്ടൊക്കെയാണല്ലോ ഇപ്പൊ നമ്മുടെ വ്യക്തിത്വത്തിലാണെങ്കിലും എപ്പോഴും നമ്മുടെ സെയിം ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഇമോഷൻ എല്ലാ സിറ്റുവേഷനിലും കാണിച്ചുകൊണ്ടിരിക്കണം എന്നൊന്നും ഇല്ല ആളുകൾ. അതുപോലെ തന്നെ കഥ അപ്പം ആ രീതിയിൽ എനിക്ക് ഇപ്പൊ ചെയ്യുന്ന ഒരു കഥാപാത്രം അങ്ങനെ റിലേറ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമുക്കൊരു ചിലരോട് എനിക്കൊരു ഇത് വരും, ഇവരിങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ സ്ട്രഗിൾസ്. അല്ല, അത് കഥാപാത്രത്തിനോട് എനിക്കൊന്നുമില്ല, അത് കഥാപാത്രത്തിന്റെ പ്രശ്നമല്ലല്ലോ. അത് എഴുതുന്ന ആൾ എന്താ അങ്ങനെ എഴുതിയിരിക്കണം എനിക്ക് തോന്നും. ഇങ്ങനെ ഇത് ഇവർക്കൊരു ചിരിക്ക്, ഇവർക്കൊരു കട്ടൻ കാപ്പി കുടിക്കുമ്പോഴേക്കും ഒരു സന്തോഷമുള്ള അങ്ങനെയൊക്കെ എനിക്ക് തോന്നും. അല്ല, അതല്ല ഞാൻ പറഞ്ഞേ, അതല്ല ഞാൻ പറഞ്ഞ ഒരേ മനോവിചാരം. ഇപ്പം ബിരിയാണിയിലെ ഖദീജ അനുഭവിക്കുന്നത് അവരെങ്ങനെയാ നേരിടുന്നത് എന്നുള്ള പോലെയല്ലേ, അതിലാണ് ഞാൻ ഇപ്പം പായലിന്റെ സിനിമയിലെ പ്രഭ എന്ന് പറഞ്ഞ കഥാപാത്രം അവരുടെ ജീവിതത്തിൽ ഒരു സിറ്റുവേഷൻ നേരിടുന്നത് കാണുമ്പോൾ ഇവരെന്തോന്നിനെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നും. അതാ ഞാൻ പറഞ്ഞത്. ഖദീജയുടെ അതല്ല പറഞ്ഞേ, ആ സിറ്റുവേഷൻസ് സജിൻ എഴുതിയിരിക്കുന്നതായിരിക്കും. ഇവര് എപ്പോഴെങ്കിലും സന്തോഷിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ജീവിക്കുന്നത്, എന്തെങ്കിലും ഒരു സന്തോഷം കാണിക്കുക, അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. കാരണം അതിൽ അങ്ങനെ ഒരു എൻഡ് സീൻ ഉണ്ടായിരുന്നു, വേറൊരു സീൻ, അത് സജിൻ വെച്ചിട്ടില്ല. എനിക്ക് ഇഷ്ടമുള്ള സീൻ അറിയാം. ഞാൻ പറയും സജിൻ എനിക്ക് സിനിമയിൽ ഇഷ്ടമുള്ളത് അവരുടെ ഒരു മൊത്തത്തിൽ വേറൊരു കുറച്ചൊരു അഗെയിൻ അബ്സേർഡ് ആൻഡ് കുറച്ചൊരു റിയൽ അല്ല അത്. ആ സീൻ അതൊരു ടേലന്റ് പോലെ ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സീനായിരുന്നു ബിരിയാണിയിലെ. അത് പക്ഷെ എനിക്കൊന്നു പിന്നെ എവിടെയോ കുറച്ച് പേരെ വിളിച്ച് കാണിച്ചപ്പം എല്ലാവർക്കും ആ സിനിമയുടെ സീരിയസ്നെസ് മനസ്സിലാവില്ല എന്നുള്ളത് പറഞ്ഞ, അല്ലെങ്കിൽ സജിൻ എന്നെ തോന്നിയിട്ടായിരിക്കും അത് വെച്ചിട്ടില്ല. എനിക്ക് ഇഷ്ടമുള്ളതാണ് ഞാൻ പറഞ്ഞ. എനിക്ക് കുറച്ച് മനുഷ്യർ എത്ര ദുഃഖത്തിലായിരിക്കുമ്പോഴൊക്കെ ആളുകൾക്ക് കിളി പറന്നൊക്കെ ആളുകൾ ഇരിക്കും. എനിക്ക് അങ്ങനെയൊക്കെ നമ്മളാണല്ലോ ചൂസ് ചെയ്യണം. സ്ക്രീൻ പ്ലേ സ്ക്രിപ്റ്റ് എഴുതുന്നതിനാണ് ചൂസ് ചെയ്യുന്നത്. ഇവരുടെ ജീവിതത്തിലെ ഏതൊക്കെ സമയങ്ങൾ കാണിക്കാം, അല്ലെങ്കിൽ പലതുണ്ടാവും. അപ്പൊ അത് സജിന്റെ സിനിമയാണല്ലോ, അത് ഉറപ്പായിട്ട് സജിന്റെ ആയിരിക്കും ഞാൻ കാണിക്കുന്നത്. അതുപോലെ പായലിന്റെ ഈ കഥാപാത്രം ഇത് പക്ഷെ അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്. പക്ഷെ എനിക്ക് ഇതെന്ത് ഇവർക്ക് ഇഷ്ടമുള്ള ചെയ്തുകൂടെ എന്നൊക്കെ തോന്നും. ആ രീതിയിൽ പറഞ്ഞതാണ്. ചലഞ്ചിങ് ഞാൻ പറയില്ല, നമ്മൾ അഭിനയിക്കുന്ന എല്ലാ കഥാപാത്രം ചെയ്യുമ്പോഴും ചലഞ്ച് അല്ല, അതാണല്ലോ പണി. ചലഞ്ചിങ് വരുന്നത് ഉറപ്പായിട്ടും വരും. നമ്മളിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുള്ള ക്രാഫ്റ്റും ഇപ്പം ചില ജോലികൾ ചെയ്യുന്ന ആളുകളുടെ കഥാപാത്രം ചെയ്യുമ്പോൾ ആ ജോലി അപ്പൊ അതിനൊരു വർക്ക്ഷോപ്പ് ഒക്കെ ഉള്ളത് നല്ലതാണ്, അത് പഠിക്കുക, അതൊക്കെ ചലഞ്ച്. അപ്പൊ നമുക്ക് കിട്ടാത്തതൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പം പാലിനാണെങ്കിലും നേഴ്സാണ് നമുക്ക്, പക്ഷെ ഒരുപാട് പ്രൊസീജിയറൽ സാധനങ്ങൾ വരുന്നില്ല. പക്ഷെ അങ്ങനെ ഉള്ളൊരു സിനിമയാണെങ്കിൽ നേഴ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഞാനൊരു സർജൻ ക്യാരക്ടർ ചെയ്യുകയാണെങ്കിൽ സർജറി ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മളൊരു സാധനം പിടിക്കുന്നത്, ഇതൊക്കെ അതാണ് ചലഞ്ചിങ് എന്നുള്ള സ്ഥലം. ക്രാഫ്റ്റ് നമ്മൾ അതിലേക്ക് കൊണ്ടുവരേണ്ട ചില ആവശ്യമുള്ള സാധനങ്ങൾ വരും. അത് ചലഞ്ചിങ് എന്ന് വെച്ചാൽ അതിനുള്ള സമയം കിട്ടിയിട്ടില്ലെങ്കിൽ അത് ചലഞ്ചിങ് ആയി മാറും. അപ്പൊ അത് ആ ക്യാരക്ടറിന് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം കൊടുക്കുക ഒരു ആക്ടർ എന്നുള്ളതാണ്. അപ്പൊ അവരെ കൊണ്ട് പറ്റുന്ന അത്രയെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുമല്ലോ. പലപ്പോഴും ചിലപ്പോൾ അതൊന്നും കിട്ടില്ല. അപ്പൊ നമ്മൾ ഇതുപോലെ ഞാനൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ പോയപ്പോ ഇതിൽ കൂടി നോക്കണം, മൈക്രോ നമ്മളെ ലാബിൽ നോക്കണത് മൈക്രോസ്കോപ്പ് ആണോ നോക്കണത്. ഞാൻ അപ്പൊ അവിടെ ശരിക്കൊരു ലാബായിരുന്നു. അപ്പൊ അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇങ്ങനെ നോക്കിക്കോ പറഞ്ഞു. ഞാൻ എന്തെങ്കിലും ഉണ്ടോ, അവരുടെ തെറ്റല്ല, കാരണം അവര് വിചാരിക്കുന്നത് എല്ലാവർക്കും അറിയാതാണ്. നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ നമ്മുടെ കണ്ണ് രണ്ടും തുറന്ന് തന്നെ ഇരിക്കാവും. നമ്മൾ ക്യാമറയിൽ ഇങ്ങനെ നോക്കില്ലേ, അങ്ങനെ നോക്കാൻ പാടില്ല. പക്ഷെ ആ ഷോർട്ട് ഫിലിമിന് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുക, അത് ശരിക്കും തെറ്റാണ്. അങ്ങനെ അല്ല വരുന്നത്, അവര് ഇങ്ങനെ തന്നെ നോക്കണം, അപ്പോഴാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനത്തെ മിസ്റ്റേക്സ് ഒക്കെ വരും പലതും. അപ്പൊ അതൊക്കെ എനിക്കൊരു ചളിപ്പാടെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പ്രിപ്പറേഷൻ കൊടുക്കാൻ വേണ്ട. അതൊക്കെ ചലഞ്ച് എന്ന് വെച്ചാൽ ചിലതിപ്പം ഞാൻ സിത്താറ് പഠിക്കുന്നുണ്ട്. അപ്പൊ എനിക്കിപ്പോ ഒരു സിത്താറ് വായിക്കുന്ന ഒരു ക്യാരക്ടർ കിട്ടിയാൽ ചിലപ്പോൾ എനിക്ക് സിത്താറ് കറക്റ്റ് പിടിക്കാൻ അറിയാം. പക്ഷെ വേറൊരു ഇൻസ്ട്രുമെന്റ് വരുമ്പോൾ നമ്മൾ ആ ടൈം അപ്പൊ അത് എന്നാൽ പോലും കിട്ടില്ല ചിലപ്പോൾ. അപ്പൊ അത് ചലഞ്ചിങ്. അല്ലെങ്കിൽ അഭിനയിക്കുന്ന ആക്ടറിന്റെ തൊഴിലെന്ന് തന്നെ പറയുന്നത് വേറെ നമ്മളുമായിട്ട് ബന്ധമൊന്നും ഉണ്ടാവണമെന്നേ ഇല്ല. അങ്ങനെ എക്സ്ട്രാ പ്രപ്സ് എടുത്ത് ചെയ്ത റോൾസ് ഒക്കെ ഉണ്ട്. കില്ലർ സൂപ്പിൽ പ്രാക്ടീസ് കളരി അല്ലാതെ അങ്ങനെ ഇപ്പൊ പായലിന്റെ സിനിമയിൽ ഞങ്ങൾക്ക് കുറച്ചൊരു അതൊന്നും എല്ലാ സീനും ചിലപ്പോൾ അവസാനം ഉണ്ടാവില്ല. എന്നാലും നമുക്ക് നേഴ്സിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു പ്രിപ്പറേഷൻ ഇപ്പൊ ചെയ്യാൻ പോകുന്ന ഒരു സീരീസിൽ ചിലപ്പം അത് ഇപ്പൊ പൈലറ്റാണ് ഷൂട്ട് ചെയ്യുന്നത്, ഫോറൻസിക് ഓഫീസറാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതിന് ഉണ്ടാവും. പായലിന്റെ സിനിമയിലും ഉണ്ടായിരുന്നു. ഷുചിയുടെ സിനിമയിൽ അങ്ങനത്തെ ഒരു ഇതല്ല, പക്ഷെ ഷുചിക്കൊരു കുറച്ചും കൂടെ അവർക്കൊരു വണ്ണം, പിന്നെ അവർ കുറച്ച് ഇത് തന്നിരുന്നു, എക്സ്ട്രാ ഫിറ്റിങ്സ്, ഒരു ബോഡി ഷേപ്പ് മാറാനും ഒക്കെ. അപ്പൊ അത് ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഇരിക്കുന്നത് എണീക്കുന്നത് എല്ലാത്തിനും വേണം ഇതൊക്കെ. ശുചി കുറച്ചും കൂടെ ക്ലിയർ ആയിരുന്നു അത് വേണം എന്നുള്ളതിന് ആ ഒരു ഇൻസിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഒരു ദിവസം ഉച്ചയ്ക്കും പിന്നെ ഒരു ദിവസം ഇച്ചിരി സമയം കിട്ടി. അപ്പൊ കുറച്ച് വർക്ക് ചെയ്തുള്ളൂ, പക്ഷെ അത് കുറച്ച് സഹായിച്ചു തോന്നി എനിക്ക് ആ സിനിമയിൽ. അതിൻ്റെ കുറച്ചൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് അത് നിർത്താൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എനിക്കൊന്ന് ഒരാഴ്ചയൊക്കെ ചെയ്താലാണ് അത് കുറച്ചുകൂടെ കൃത്യമായിട്ട് കിട്ടുക.
അങ്ങനെയൊക്കെ ചില സിനിമയ്ക്കും അങ്ങനെ ഒന്നും ഇപ്പൊ ബിരിയാണിക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ അത് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ട് പോയിട്ട് പിന്നെ ആരും ഇല്ല. അപ്പൊ പിന്നെ സജിൻ വന്നു. അപ്പൊ ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നു. അവിടെ നിന്ന് നേരെ വന്നിട്ട് അങ്ങനെ ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ കൺസിസ്റ്റൻസി വല്ലതും ചിലപ്പോൾ ബിരിയാണിക്ക് ഉണ്ടാവണമെന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു അപ്പൊ ഗേൾസ് വിൽ ബി ഗേൾസിൽ ആ കുട്ടി വന്ന ശേഷമാണ് കുറച്ചും കൂടെ ക്യാരക്ടർ കുറച്ചുകൂടെ ഇന്റർനലൈസ് ചെയ്യാൻ കുറച്ചും മനസ്സിലായതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റില് ദിവ്യപ്രഭയാണ് കൂടുതൽ നിങ്ങൾ പേഴ്സണലി ഒരുപാട് പരിചയമുള്ള ആൾക്കാരാണ്, പ്രൊഫഷണലി വർക്ക് വിത്ത്. അപ്പോൾ അത് ഹെൽപ്ഫുൾ ആയിരുന്നു. ഹൗ ഡിപെൻഡന്റ് ആർ യു ഓൺ യുവർ കോസ്റ്റേഴ്സ്? ഒട്ടും അല്ല ആക്ച്വലി. എനിക്കൊന്ന് ഷുചിയുടെ സിനിമയിൽ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. കാരണം ഷുചിയുടെ സിനിമയുടെ കഥ ഞാൻ ഓഡിഷൻ ചെയ്തു, ഞാൻ ഓക്കെ ആയി, അവർ കൺഫേം ചെയ്തപ്പോഴാണ് സ്ക്രിപ്റ്റ് ഞാൻ വായിക്കുന്നത്. സ്ക്രിപ്റ്റ് അപ്പോഴാണ് തരണം, മൊത്തം സ്ക്രിപ്റ്റ്. അപ്പൊ എനിക്ക് ചെയ്യാൻ അത്ര തോന്നിയില്ല. എന്റെ ഭാവനയിൽ ഞാൻ വായിക്കുന്നത് ഞാൻ വേറെ രീതിയിലാണല്ലോ. നമ്മൾ ഈ അവരെഴുതിയിരിക്കുമ്പോൾ അവരെങ്ങനെയാണ് ചെയ്യാൻ പോകണം നമുക്ക് ഒരു ഊഹം ഉണ്ടാവണമെന്നില്ല ചില സമയത്ത്. ഞാൻ ചിലപ്പോൾ എന്റെ എന്തെങ്കിലും ഇന്റർപ്രിട്ടേഷൻ മാത്രമല്ല, വിഷ്വലി ഞാൻ കാണുന്നത് വേറെ തരം അഭിനയവും വേറെ തരത്തിലൊക്കെ ഈ ഡയലോഗൊക്കെ ഞാൻ എന്റെ ചെവി കേൾക്കുന്നത്. ഇപ്പം ഒരാളൊരു സാധനം ചോദിക്കുകയാണ് നീ എപ്പോൾ വന്നു എന്നുള്ളത്, ഞാൻ പലതരത്തിൽ എന്റെ ചെവി എഴുതി നീ എപ്പോൾ വന്നു എന്നുള്ളത് ഞാൻ പല രീതിയിൽ എന്റെ ചെവിയിൽ കേൾക്കാലോ വായിക്കുമ്പോൾ, നമ്മുടെ ഒരു ടൊണാലിറ്റി. അപ്പൊ ഷുചിയുടെ സിനിമയുടെ കഥ വായിക്കുമ്പോൾ ഞാൻ എല്ലാം വേറൊരു രീതിയിലാണ് എന്റെ ഉള്ളിൽ വരണത്. ഇത് എന്നൊക്കെ തോന്നാം എനിക്ക്. പക്ഷെ ഞാൻ ഷുചിയുടെ കൂടെ ആദ്യം ഒരു മീറ്റിങ്ങിന് മിണ്ടുമ്പോൾ ഷുചി സംസാരിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലായി ഞാൻ ഉൾക്കൊണ്ട പോലെയല്ല ആളത് എഴുതിയിരിക്കണേ. അപ്പൊ എന്റെ വായന ശരിയായിരുന്നേ ഇല്ല ആ സ്ക്രിപ്റ്റില്. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ഉണ്ട്, പക്ഷെ എനിക്കത് ഫുള്ള് മനസ്സിലായിട്ടില്ല. പിന്നെ ഡയറക്ടർ എന്നുള്ള നിലയിൽ ഷുചിയുടെ ഒരു വളരെ ഓപ്പൺ മൈൻഡഡ് ആണ് അവർ. അപ്പൊ ഞാൻ സംസാരിച്ച പല ചോദ്യത്തിനും അവർ ഭയങ്കര രസമായിട്ട് അത് റെസ്പോണ്ട് ചെയ്ത് ഞാൻ അങ്ങനെ പിന്നെ അപ്പൊ എനിക്ക് ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്നത് ഭയങ്കര രസമായിരിക്കും. സ്ക്രിപ്റ്റ് എനിക്ക് പറഞ്ഞ പോലെ എനിക്ക് ഉറപ്പില്ല ഇത് എന്താണ് ഈ ഒരു കാഴ്ച എനിക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല എന്നൊക്കെ വിചാരിച്ചു. എന്നിട്ട് പ്രീതിനെ ഇതൊരു ഓഡിഷനായിരുന്നു പ്രീതിയുടെ. ആ ഓഡിഷൻ തന്നെ പ്രീതി ചെയ്യുമ്പോൾ പ്രീതി ആ ക്യാരക്ടറിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓക്കെ എന്റെ അമ്മയാണ് ഞാൻ അതിൽ. അപ്പൊ പെട്ടെന്ന് എനിക്ക് അവരാ ഇന്റർപ്രറ്റ് ചെയ്തപ്പോൾ എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. അതുപോലെ ഷുചി സംസാരിച്ചപ്പോഴും കിട്ടിയിരുന്നു. പക്ഷെ ഇവരും കൂടെ വന്നപ്പോ ഇങ്ങനെ പാലിന്റെ സിനിമ ഓപ്പോസിറ്റ് ആണ്. എനിക്ക് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് എക്സാക്ട്ലി അത് കിട്ടി. അതിലിനി ആരഭിനയിച്ചാലും എനിക്കത് കിട്ടും. അത്രയും ക്ലിയർ ആയിട്ട് എനിക്ക് ആദ്യമേ കിട്ടിയത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ കോ ആക്ടർ ഫ്രണ്ട് ആണെന്നൊന്നും എനിക്ക് അഭിനയത്തിന് തോന്നിയിട്ടില്ല. അതൊരു ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുണ്ടെങ്കിൽ ഒരു രസമുണ്ട്. ഷൂട്ട് കഴിയുമ്പോഴും ഷൂട്ട് ചെയ്യാതിരിക്കുന്ന സമയത്തൊക്കെ ഉള്ള നമ്മുടെ ഒരു രസമുള്ള കുറെ മൊമെന്റ്സ് ഒക്കെ ഉണ്ടാവാം. അതിപ്പോ നമ്മളെ പുതിയതായിട്ട് വരുന്ന ആക്ടർ ഫ്രണ്ടായി മാറാമല്ലോ, നമുക്കറിയില്ല. പക്ഷെ അഭിനയിക്കുന്നതിന് എനിക്ക് ആ ക്രാഫ്റ്റ് രസകരമായിട്ടുള്ള ആര് ചെയ്താലും അവരോട്ട് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് വേണമെന്നൊന്നും എനിക്ക് അതൊരു ഡിമാൻഡിങ് ആയിട്ടേ തോന്നിയിട്ടില്ല. അതേപോലെ ഇപ്പം ഈ സിനിമയ്ക്കകത്ത് തിയേറ്ററിൽ പെർഫോം ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു ഓൾ വി ഇമാജിൻ എ സ്ലൈറ്റ് എന്ന് പല സ്ഥലത്ത് പറഞ്ഞിട്ട്. ബേസിക്കലി ഒരുപാട് റിഹേഴ്സൽസും തറോ വിത്ത് വാട്ട് യു ഗോയിങ് ടു ഷൂട്ട്. പിന്നെ ഭയങ്കര ഇൻക്ലൂസീവ് ആയിരുന്നു. ഓൾമോസ്റ്റ് എവ്രി വൺ ഓൺ ദ സെറ്റ് ന്യൂ വാട്ട് യു ഗോയിങ് ടു ഷൂട്ട്. സോ അത് വേറെ ഏതെങ്കിലും സിനിമയിൽ ഹാവ് യു എവർ എക്സ്പീരിയൻസ് ദാറ്റ്, ഓർ ഇത് ഈ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ആണോ കൂടുതൽ താല്പര്യം കനിക്ക്? എല്ലാ സിനിമയ്ക്ക് ചിലപ്പോൾ അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. ഇത് എന്ത് കഥയാണ്, ഈ കഥയില് ഏതൊരു മീറ്ററിലാണ് നമ്മൾ അഭിനയിക്കേണ്ടത്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇതിൽ ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. നമ്മുടെ ഈ ഡയറക്ടറിന്റെ വിഷൻ. ഇപ്പൊ ഇതേ സ്ക്രിപ്റ്റ് വേറൊരു ഡയറക്ടർ ചെയ്താൽ വേറെ തന്നെ ആയിരിക്കാം. ഇപ്പൊ അതിന്റെ സ്ക്രിപ്റ്റ് ആണ്, ഇപ്പൊ ഞാൻ ഡയറക്ട് ചെയ്താ ഇങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ ഞാൻ ചെയ്യാം അല്ലേ. അപ്പൊ ചിലപ്പോൾ എന്റെ ആക്ടേഴ്സിനോടുള്ള എന്റെ ഡിമാൻഡ് വേറെ ആയിരിക്കും. ചിലപ്പോൾ അവര് ഇത്രയും ദിവസങ്ങൾ വേണ്ടായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്ന ഇൻവോൾവ്മെന്റിന്. ചിലപ്പോൾ കുറച്ച് ദിവസം മതിയായിരിക്കും. അല്ലെങ്കിൽ വേറൊരു ഡയറക്ടർ വരുമ്പം ഇത്രയും ദിവസം പോരായിരിക്കും അവരുദ്ദേശിക്കുന്ന റിസൾട്ട് വരണമെങ്കിൽ. അപ്പൊ അത് കൊണ്ട് എല്ലാ സിനിമയ്ക്കും വേണമെന്നോ എല്ലാ ഇതിനും വേണമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ എന്താണോ അവർക്ക് വേണ്ടത് അതിലേക്ക് എത്താനുള്ളൊരു പ്രിപ്പറേഷന് ടൈം ഉള്ളത് നല്ലതാണ്. ചിലപ്പോൾ അത് ഒരു ദിവസമായിരിക്കും, ചിലപ്പോൾ രണ്ടായിരിക്കാം, ചിലപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് വായിച്ചാൽ മതിയായിരിക്കും ഒരിക്കൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ദിവസമായിരിക്കും. അങ്ങനെയൊക്കെ പല രീതിയായിരിക്കാം. അതൊരു ഇതാണ്. അപ്പൊ നാടകത്തിനാണെങ്കിലും പല രീതിയിൽ ഡയറക്ട് ചെയ്ത നാടകത്തിന്റെ ആൾക്കാരും ഒക്കെ ഉണ്ട്. ഓൾറെഡി തന്നെ സീൻ കോറിയോഗ്രാഫ് ചെയ്ത് വെച്ചിട്ടുള്ള ഡയറക്ടേഴ്സ് ഉണ്ടാവും. ചിലർ മൊത്തത്തിൽ നമ്മൾ ആദ്യം പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നവരുണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. സിനിമയിലും ഉണ്ടാവും. ഓൾറെഡി കൊറിയോഗ്രാഫ് ചെയ്തതിലേക്ക് ഇവരെ എത്തിക്കാൻ നോക്കുന്നവരാണ്. ഇപ്പൊ പായൽ കുറെ കൊറിയോഗ്രാഫ്ഡ് ആണ്. അവരുടെ എഡിറ്റിംഗ് പോയിന്റ് വരെ കൃത്യമാണ്. അതിൽ നിന്നാണ് ചെയ്യുന്നത്. എന്നാൽ ഷുചി അതൊക്കെ ഉള്ളപ്പോഴും മൊത്തം ന്യൂ ചെയ്യാനും തയ്യാറാണ്. അങ്ങനെ ഇംപ്രവൈസ് മാത്രമല്ല, ഇംപ്രവൈസ് അല്ല ഷുചിയുടെ ലൈൻ, ഇംപ്രവൈസ് അല്ല, വേറെ തന്നെ ഇന്റർപ്രിട്ടേഷൻ. സെയിം സീൻ തന്നെ വേറെ ചെയ്യിപ്പിക്കും ഷുചി. ചിലപ്പോ ഒന്നിന് രണ്ടുപേരും ഉള്ളില് ദേഷ്യം വെച്ചോണ്ടായിരിക്കും സെയിം ഡയലോഗ് പറയുന്നെങ്കിൽ അടുത്തതില് ഒട്ടും ഉള്ളിൽ ദേഷ്യമില്ല. ഒരാൾ ശരിക്കും
ആത്മാർത്ഥത പറയണം, പക്ഷെ മറ്റേയാൾക്ക് ഇവരിതാണോ, അങ്ങനെയൊക്കെ ഡിഫറെന്റ് ഇമോഷണൽ ഇന്റർപ്രിട്ടേഷൻ നമുക്ക് തരും ശുചി. അപ്പൊ പല പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ അങ്ങനെ ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞ അതൊക്കെ ഓരോ ഡയറക്ടേഴ്സിന്റെ ഒക്കെയാണ്. എനിക്ക് ഇത് ഇഷ്ടപ്പെടാൻ കാര്യം വെച്ചാൽ ഇതിന്റെ പ്രോസസ്സ് നാടകത്തിന്റെ പോലെ തോന്നി. ഈ പറഞ്ഞ പോലെ പായലിൻ്റെത് നമുക്ക് എല്ലാരും ആ ഒരു മറ്റേ ഒരു ആക്ടർ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടുപേര് അങ്ങനെയല്ല. ഇതിൽ വന്ന എല്ലാരും നമ്മള് നാടകമൊക്കെ ചെയ്യുമ്പോഴാണ് ആ ഒരു ഫീൽ. അതാണ് ഞാൻ പറയും, ഇതിനും പോകാൻ തോന്നിയെന്ന് വെച്ചാൽ നമ്മളെല്ലാരും ഇതിലുണ്ട്, അങ്ങനത്തെ ഒരു ആ ഒരു ഫീലിംഗ് കൊണ്ടുവരാൻ പറ്റി. ഇപ്പൊ അത് പായലിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ പിന്നെ പായലിന് അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി പായൽ എല്ലാ സിനിമയും ഇങ്ങനെ ആയിരിക്കും ചെയ്യണം, അതെനിക്കറിയില്ല. അതോ ഈ സിനിമയുടെ ഡിമാൻഡിങ് ആണോ, എന്തായാലും ഞാൻ ഒരുപാട് ആസ്വദിച്ചു. എനിക്ക് കനിയാണോ സജസ്റ്റ് ചെയ്തത്? ഞാൻ സജസ്റ്റ് ചെയ്ത പായൽ എനിക്ക് ഇതിന് മാത്രമല്ല, ഇവൻ ദിവ്യ ചെയ്ത, അതെ അതെ, ഇവൻ ദിവ്യ ചെയ്ത അനുവിനും പായലും ഒരുപാട് നമ്മുടെ ഒക്കെ ചോദിക്കും. പായല് എല്ലാരോടും ചോദിക്കും വേറെ ആരെങ്കിലും ഉണ്ടോ. ദിവ്യ പിന്നെയാണ് കാസ്റ്റ് ചെയ്തത്. ദിവ്യ ആദ്യം എന്റെ ക്യാരക്ടറിനാണ് വന്നത് പ്രഭയ്ക്ക്, പക്ഷെ പിന്നെ കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പലരും ചെയ്യുന്നുണ്ട്. അതുപോലെ ദിവ്യയുടെ കൂടെ ചെയ്യണം ഷിയാസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ആരെങ്കിലും അറിയാറ്. അപ്പൊ എല്ലാരും നോക്കുന്നുണ്ട് എല്ലാരും. അതുപോലെ ഈ ക്യാരക്ടർ ഡോക്ടർ മനോജ് എന്ന് പറയുന്ന ക്യാരക്ടറും ചോദിച്ചിരുന്നു. അതുപോലെ വേറൊരു ക്യാരക്ടർ ഉണ്ടല്ലോ, അതിനൊക്കെ എല്ലാവരുടെ അടുത്തും ചോദിക്കണം പോലെയാണ് എന്നോട് വായാലും ചോദിക്കണം. അല്ലാതെ ഇപ്പൊ എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ അങ്ങനെയല്ല. അപ്പൊ ഈ ഡോക്ടർ മനോജ് ചെയ്തപ്പോൾ ഞാൻ കറക്റ്റ് ആയിരിക്കും എനിക്ക് തോന്നി ഇതിന്റെ എല്ലാം കേട്ടപ്പോൾ. പിന്നെ അങ്ങനെ ആക്ടർ ഇയാളെ ഭയങ്കര രസമുള്ള ഒരു ആക്ടറായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം എന്തായാലും ഒന്ന് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ആളെന്തായാലും ചോദിക്കും. അപ്പൊ അങ്ങനെ പായലോ എനിക്കൊന്നും അസിസിക്കയുടെ മാത്രമാണെന്ന് തോന്നുന്നു ഒരു ഓൺലൈൻ റീഡിങ്ങിൽ തന്നെ പായൽ കൺഫേം ആയത്. ഞങ്ങളുടെയൊക്കെ ഇപ്പൊ എന്റെ ആക്ടർക്കാണെങ്കിൽ 2 തവണ ഓഡിഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ദിവ്യ ആയിരുന്നു 5-6 തവണ ഓഡിഷൻ ചെയ്തിട്ടുണ്ട്. കുറെ സമയം എടുത്തിട്ടാണ് പായൽ അതൊക്കെ തീരുമാനിച്ചിട്ടുള്ളത്. എനിക്കൊന്നും അസിസിക്കയുടെ ആയിരിക്കും ലീസ്റ്റ് ടൈമില് കൺഫേം ആയ ക്യാരക്ടർ. മിസ് ചെയ്തെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ശരിക്കും പറഞ്ഞ ആ സിനിമയിലെ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അതിലുണ്ടായിരുന്ന എല്ലാവരും വേണം എന്നുള്ളൊരു ഫീലിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു അത് അഫോർഡ് ചെയ്യാനാണെങ്കിലും പല പല ഇതുണ്ടല്ലോ. നമുക്കാണെങ്കിലും എല്ലാ കാര്യമൊന്നും അവിടുന്ന് പേ ചെയ്തിട്ടില്ല. ചിലർ നമ്മുടെ കയ്യിൽ നിന്നും പൈസ ഇട്ടിട്ടും ഒക്കെയാണ്. ഇപ്പൊ ഹൃദു ആണെങ്കിലും എനിക്കൊന്ന് സ്വന്തമായിട്ട് പൈസ ഇട്ടിട്ടാണ് മൊത്തം വന്നിരിക്കുന്നത്. എനിക്കൊന്നും അവര് 2 ആക്ടേഴ്സിനും എന്തോ തരത്തുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ദിവ്യം കുറെ അഡ്ജസ്റ്റ് പിന്നെ ഛായജിയുടെ അവർക്ക് എടുക്കാൻ പറ്റി. പിന്നെ എനിക്ക് തോന്നുന്നു ഹൃദുവിനെ മൊത്തം അവൻ കയ്യിൽ നിന്ന് പൈസ അങ്ങനെയൊക്കെയാണ് എല്ലാവരും. പിന്നെ വേറെ ക്രൂവിലുള്ളവർ ചിലർക്ക് സ്വന്തം പൈസ ഒക്കെ ഇട്ടിട്ടൊക്കെയാണ് വന്നത്. അങ്ങനെ എല്ലാവരെയും കൊണ്ടുപോകാൻ എനിക്കൊന്നും അവിടെ നിന്ന് ഫെസ്റ്റിവലിൽ അങ്ങനെ ഒരു ഇതുണ്ടാവില്ലല്ലോ ബഡ്ജറ്റ്. സ്വസ്തിക്ക് മാത്രമല്ല വേറൊരു ആക്ടർ ഉണ്ട് തമിഴ് നാടകം ചെയ്യുന്ന ആനന്ദ് സ്വാമി. ആളെ ഒക്കെ വേറെ അങ്ങനെ ചെയ്ത കുറെ പേരുണ്ട്. ആക്ടേഴ്സ് മാത്രമല്ല അല്ലാതെ ഒക്കെ ചെയ്തവരൊക്കെ മിസ് ചെയ്തു. എല്ലാരും മിസ് ചെയ്തു. അതുപോലെ പോസ്റ്റ് ബിരിയാണി ആണെന്ന് തോന്നുന്നു കനി കുറച്ചും കൂടെ നോർത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ട്രെൻഡ് നമ്മൾ കാണുന്നുണ്ട്. അല്ലല്ല, ആക്ച്വലി പോസ്റ്റ് ബിരിയാണി ഒന്നും അല്ല. അങ്ങനെയല്ല, കോൺസെൻട്രേറ്റ് ഒന്നും ഞാൻ ഒരിടത്തും ചെയ്തിട്ടില്ല. ഞാൻ ഗോവയിൽ താമസിക്കുന്ന സമയത്ത് ബിരിയാണിയുടെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടാവും ആ സമയത്ത്. പക്ഷെ സിനിമയെ പറ്റി ഒന്നും ആർക്കും അറിയത്തില്ല. ആ സമയത്ത് ഓക്കെ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസിന് ഞാൻ ഓഡിഷൻ ചെയ്യും. അത് ഓൾറെഡി ഔട്ട് ആയിരുന്നു കോവിഡിന്റെ സമയത്ത്. ഈ ബിരിയാണിയുടെ അപ്പോഴും ബിരിയാണി പുറത്തൊന്നും വന്നിട്ടില്ല. ആ സമയത്ത് മഹാറാണിയുടെ ഒരു ഓഡിഷൻ എനിക്ക് വന്നു. ആ ഓഡിഷൻ ഞാൻ കോവിഡിന്റെ സമയത്ത് എടുത്ത് അയച്ചു കൊടുക്കുന്നു. കോവിഡിന്റെ ജസ്റ്റ് ലിഫ്റ്റ് ആയ സമയത്ത് തന്നെയാണ് റീഡിങ് നടക്കുന്നത്. ആ റീഡിങ് കഴിഞ്ഞ് പിന്നെ 2-3 മാസം കഴിഞ്ഞ് അതിന്റെ ഷൂട്ടിങ് തുടങ്ങിയ സമയത്ത് ഒന്നുമാണ് ബിരിയാണിയൊക്കെ വരുന്നത് തന്നെ. ബിരിയാണി പറ്റിയിട്ടൊന്നും അവിടെ നിന്നുള്ള ആൾക്കാർക്ക് അറിയത്തൊന്നുമില്ല. ചോദിക്കാൻ വന്ന കാര്യം അവിടെ ഫോക്കസ് ചെയ്യാൻ കാരണം ഇവിടെ കുറച്ച് ഞാൻ ഫോക്കസ് ഒന്നും ചെയ്തിട്ടില്ല. ഒരു ദിവസം മഹാറാണിയുടെ ഓഡിഷൻ വരുന്നു. ആ ഓഡിഷൻ ചെയ്ത് അത് കിട്ടുമ്പോൾ അവിടെ ഹിന്ദി ചെയ്തപ്പോ വേറെ ആളുകൾ കാണുമല്ലോ നോർമലി. ഞാനൊരു വേർഡ് സ്പ്രെഡ് മാത്രമല്ല, അവിടെ കുറച്ച് കാസ്റ്റിംഗ് ഭയങ്കര ഇങ്ങനെ അവരുടെ കാസ്റ്റിംഗിലുള്ള ആൾക്കാർ കാണും. ഇങ്ങനത്തെ രീതിയിലാണ് നടക്കുന്നത്, സിസ്റ്റമാറ്റിക് ആണ്. അപ്പൊ അവരുടെ കയ്യിലൊരു ഡേറ്റ് കാണുമല്ലോ. അത് മാത്രമല്ല മഹാറാണിയുടെ ഓഡിഷൻ ആനന്ദ് നന്നായിട്ട് ആ സിനിമയിൽ ആ സീനേക്കാൾ വന്നിട്ട് ഷൂട്ട് ചെയ്ത്. കാരണം ഞങ്ങള് കോവിഡില് വീട്ടിലിരിക്കുക. അപ്പം മറ്റേ സ്മോക്ക് ഇട്ട് മറ്റേ ലൈറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തത്. അപ്പൊ ആ ഒരു ഓഡിഷൻ കുറച്ച് എല്ലാരും കാണും. എനിക്കത് ഇപ്പോഴും ആളുകളെ കാണിക്കും, അതിന്റെ ഒരു വൃത്തി. അതുകൊണ്ട് അപ്പൊ വേറെ ആളുകൾ വേറെ കാസ്റ്റിംഗിന്റെ ഏജൻസികൾ ഇത് കാണുമായിരിക്കും. അപ്പൊ അവര് ഈ ആക്ടറിനെ വിളിച്ചാലോ അങ്ങനെ അത് വന്നാലും ഞാൻ ഒന്നാമത് എനിക്ക് ഹിന്ദി അറിയത്തില്ല അത്രയ്ക്ക്. ഇപ്പം 2 വർഷമായിട്ട് പണ്ടത്തെ ഇത്തിരി കൂടെ അറിയാം, അത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സും സൗത്ത് നിന്ന് അവിടെ ഉള്ള ഹിന്ദി, അല്ലാണ്ട് ഒരു ഹിന്ദി സ്പീക്കിംഗ് ആളായിട്ടൊന്നും എനിക്ക് അഭിനയിക്കാൻ ഇപ്പോഴും പറ്റുമെന്ന്, അല്ലെങ്കിൽ ഇതുപോലെ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്താൽ ചിലപ്പോൾ പറ്റുമായിരിക്കും, എന്നാലും പാടായിരിക്കും അത്. അല്ലാണ്ട് ഞാനൊരു ഫോക്കസ് ഒന്നും ചെയ്തില്ല. അതൊരു ദിവസം പോലും വരുന്നു, അപ്പൊ അതവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ ലാക്ക് ഓഫ് മീറ്റി റോൾസ് അങ്ങനെ തോന്നിയിട്ടില്ല. ലാക്ക് ഓഫ് മീറ്റി റോൾ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മലയാളത്തിലോ സിഗ്നിഫിക്കന്റ് അല്ല, അല്ലാണ്ട് തന്നെയും ഉണ്ടാവാറില്ല. അതുകൊണ്ട് അത് ചിലപ്പോ ഇനിയിപ്പോ ഞാൻ ഇവിടെ ഇല്ല, ചിലപ്പോ നമ്മൾ ഇവിടെയൊക്കെ നിൽക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരിക്കും. എറണാകുളത്ത് നിൽക്കുക, നമ്മൾ ഇവിടെയൊക്കെ ഒരുപാട് പ്രീമിയർ
അങ്ങനെയൊക്കെ നമ്മള് കാണാൻ സിനിമകൾ വേറെ കാണാൻ ഈ ആക്ടർ ഉണ്ടല്ലോ അങ്ങനെ ഒരു സ്ഥലത്ത് ഉണ്ടാവുമ്പോഴാണ് തോന്നുന്നത്. ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു സിസ്റ്റമാറ്റിക് കാസ്റ്റിംഗ് അല്ലല്ലോ, ആ രീതിയിലായിട്ടില്ല. അപ്പം ഒരു ഡേറ്റ് നോക്കി ആളുകൾ ചെയ്യുന്നൊന്നും അല്ല. പിന്നെ ഞാൻ ചിലപ്പോൾ ചോദിക്കുമ്പോൾ ആളുകൾ പറയും നല്ല, ചിലരിങ്ങനെ പറയും അത് ഇനി ഒഴിവാക്കാൻ പറയണത് എന്താ എനിക്കൊരു ചെറിയ ക്യാരക്ടർ വലിയ ക്യാരക്ടർ അങ്ങനെ ഇല്ല. എനിക്ക് എന്തെങ്കിലും എന്താണെങ്കിലും ചിലപ്പോൾ ചില ആ ഡയറക്ടറോട് വർക്ക് ചെയ്യാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ ചിലപ്പോൾ ആ കഥയുടെ രസമായിരിക്കാം, അല്ലെങ്കിൽ ആ ക്യാരക്ടർ രസം, ഏതാണെങ്കിലും എനിക്ക് അങ്ങനെ ചെയ്യാനാണ് തോന്നിയിട്ടുള്ളത്. അപ്പോ ചിലർ പറയും ഇതിന് കനി വന്നിട്ട് കാര്യമില്ല അങ്ങനെയൊക്കെ പറയും. പക്ഷെ എനിക്ക് അങ്ങനെ ഇല്ലായിരിക്കും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചെറിയതുപോലെ ചെയ്യാൻ ഇഷ്ടം. അതായത് ഒരു സീനിൽ എങ്ങനെ ഉള്ളൂ, പക്ഷെ അത് രസമായിട്ട് ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് തോന്നുന്നു എന്റെ ഒരു കാലിബർ വെച്ച് പെട്ടെന്ന് വരുവാണെങ്കിൽ അത്രയൊക്കെ ചെയ്യാൻ അതായിരിക്കും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക. കൂടുതലായിട്ട് നമ്മളത് പ്രിപ്പയർ ചെയ്തൊക്കെ ചെയ്താൽ ചില ആക്ടേഴ്സ് പെട്ടെന്ന് ഭയങ്കര രസമായിട്ട് ചെയ്യും. എനിക്ക് അത്രയ്ക്ക് അങ്ങനെ പറ്റാറില്ല. അതെനിക്ക് ഗിരീഷിനെ എനിക്ക് പരിചയമുണ്ട്. അപ്പൊ ഗിരീഷും ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അന്ന് അത് ഇട്ടിരിക്കുന്ന ഉടുപ്പന്നെ റോഷന്റെ ഷർട്ട് അതുപോലെ റോഷനും ദർശനം ഞങ്ങൾ എല്ലാവരും ഇരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ കുളിച്ചിട്ട് പോവാം എന്റെ ഫ്രണ്ടിനെ അവരുടെ സെറ്റില് ചുമ്മാ കാണാൻ പോയതാ ഞാൻ. അപ്പൊ റോഷൻ ഉടുപ്പിട്ട് ഞാൻ അവിടെ ചെന്നപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു എന്തെങ്കിലും തരുമോ, പാസൊക്കെ റോളൊക്കെ. അപ്പൊ നീ നടക്കോ? ഞാൻ പറഞ്ഞു എന്നിട്ട് ഗിരീഷ് ഇത് എന്റെ തലയിൽ തന്നെ വരും, സ്റ്റേറ്റ് അവാർഡ് മേടിച്ചു തന്നെ ഞാൻ പാസ് ചെയ്യുന്ന പറയും. അതൊന്നും കുഴപ്പമില്ല. അപ്പൊ ഒരു സന്തോഷം ഗിരീഷോടുള്ള കൂട്ടുകൊണ്ട് ചെയ്യുന്നതാ. ഇഷ്കിന്റെ ക്ലൈമാക്സ് കനിയുടെ സജഷൻ ആണെന്നൊരു അല്ലെ സജഷൻ അങ്ങനെ എനിക്കറിയത്തില്ല. അങ്ങനെയല്ല, രതീഷാണ് പറഞ്ഞത്, റൈറ്ററാണ് എന്നോട് പറഞ്ഞത്. അതെ അതെ അദ്ദേഹം അപ്പം കഥ പറയുന്നത് കേട്ടപ്പോ അവര് ഒബ്വിയസ്ലി അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ അഭിപ്രായം ചോദിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള 2-3 പോയിന്റ്സ് പറഞ്ഞിരുന്നു അവര്. ഇതെനിക്കൊരു വർക്കാവില്ല, ഇതിങ്ങനെയാണെങ്കിലാണ് ബെറ്റർ, നിങ്ങൾ അങ്ങനെ പറഞ്ഞത്. പക്ഷെ ആ ഒരു പോയിന്റ് മാത്രമല്ല, ഇപ്പൊ ആ സ്ക്രിപ്റ്റ് കേട്ടപ്പോ എനിക്ക് 4-5 കാര്യം അങ്ങനെ പലത് തോന്നി. പെണ്ണുങ്ങൾ സൈഡ് ലൈൻ മാത്രമല്ല വേറെ ഒക്കെ തോന്നുമല്ലോ, സ്ട്രക്ചറിലൊക്കെ തോന്നുന്ന 4-5 കാര്യങ്ങൾ പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നു അവർക്ക് കൺവിൻസിങ്, അവർക്ക് പോയിന്റ് ആയിട്ട് തോന്നിയുള്ളത് അവരെടുത്തിട്ടുണ്ടാവും. അത് അവരെല്ലാരോടും അഭിപ്രായം ചോദിക്കുമ്പം എനിക്കത് അത് രതീഷ് ഏട്ടന് ഒരു രസം തോന്നിയോണ്ടായിരിക്കും ആളത് അങ്ങനെ പറയുന്നത്. അങ്ങനെ പറയാൻ വേണ്ടി ഞാൻ ഇത് ചെയ്താൽ മതി എന്നല്ല പറയാം, എനിക്ക് അത് തോന്നുന്നു. അപ്പൊ അതിനെ അല്ലാതെ പറഞ്ഞ രസമായിരിക്കും എനിക്ക് തോന്നി. അതുപോലെ തോന്നി വേറെ ഏതോ കൂടെ ഒക്കെ കാര്യങ്ങൾ ആ സിനിമ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ചിലപ്പോൾ അത് ഇതുപോലെ ആരും ചോദിക്കാലോ, എൻ്റെ അങ്ങനെ കൂട്ടുകാരൊക്കെ നമ്മൾ ചിലപ്പോൾ അവർ അയച്ചു തരുമ്പം വായിക്കുമ്പോൾ ഇത് ഇങ്ങനെ ഇപ്പൊ തോന്നുന്നത് പറയുന്നു. അതെനിക്കൊന്ന് രതീഷ് ഏട്ടൻ അങ്ങനെ ക്രെഡിറ്റ് കൊടുക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് അദ്ദേഹം പറയുന്നു. അതെ അല്ല, അത് ഓരോരുത്തരുടെ രീതിയാണ്, അവർക്ക് അങ്ങനെ തോന്നുമ്പോൾ പറയുന്നു. താങ്ക് യു.